ദേവികുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും KPCC വൈസ് പ്രസിഡന്റുമായ AK മണിയുടെ പരാജയം വിവാദത്തിലേക്ക്. പരാജയത്തെ തുടർന്ന് AK മണി രാജിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന. തുടർച്ചയായി മൂന്നാം തവണയാണ് AK മണി മണ്ഡലത്തിൽ തോൽക്കുന്നത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഏറെ വിവാദങ്ങളുണ്ടായ ശേഷം പ്രചാരണം ആരംഭിച്ച മണ്ഡലമായിരുന്നു ദേവികുളം. INTUC ദേവികുളം മണ്ഡലം പ്രസിഡന്റ് R രാജാറാമിനെയാണ് ആദ്യം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. D കുമാറിന്റെ പേരും ഉയർന്നു വന്നിരുന്നു. എന്നാൽ AK മണി അനുകൂലികളുടെ പരസ്യ പ്രതിഷേധത്തെ തുടർന്ന് AK മണിയെ ഒടുവിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയായിരുന്നു. ഇതോടെയാണ് ദേവികുളം കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത്. 2 തവണ മണ്ഡലത്തിൽ പരാജയപ്പെട്ട AK മണിയെ മത്സരിപ്പിക്കരുതെന്ന് പ്രാദേശിക നേതൃത്വം KPCCയെ അറിയിച്ചെങ്കിലും ഇത് അവഗണിച്ചായിരുന്നു AK മണിയുടെ സ്ഥാനാർത്ഥിത്വം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ആരംഭിച്ച കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത AK മണിയുടെ പരാജയത്തിലൂടെ വർദ്ധിച്ചു. D കുമാറും രാജാറാമും അടക്കമുള്ളവർ ചേരിതിരിഞ്ഞ് മണിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയതോടെ കടുത്ത പ്രതിസന്ധിയിലായ മണി തന്റെ KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണെന്ന സൂചനകൾ പുറത്തുവരികയാണ്. തോട്ടം തൊഴിലാളി സമരത്തിൽ ജനപിന്തുണ നഷ്ടപ്പെട്ട AK മണി അന്നും രാജിക്കൊരുങ്ങിയിരുന്നു. എന്നാൽ DCC നേതൃത്വം ഇത് അനുവദിച്ചില്ല. എന്നാൽ ഇത്തവണ AK മണി രാജിവെക്കാൻ സമ്മർദ്ദമേറുമെന്നാണ് സൂചന. അങ്ങനെയുണ്ടായാൽ ദേവികുളത്ത് സാന്നിധ്യം ഉറപ്പിക്കാനാണ് മറുവിഭാഗത്തിന്റെ ശ്രമം. ദേവികുളത്തെ കോൺഗ്രസിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ DCCയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. മൂന്നാറിൽ നിന്ന് ജെൻസൺ ക്ലമന്റിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.